വളരെ വിചിത്രമായ ഒരു കഥ പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ എഴുതാൻ തുടങ്ങി. കൃത്യമായിട്ട് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ എഴുതാൻ തുടങ്ങി. അത് നേരെ പിന്നെ 6ാം ക്ലാസ് ആകുമ്പോൾ എഴുത്തുകാരനായി ഞാൻ എൻ്റെ കണക്കിന്. ഞാൻ എം.എൻ. കാരശ്ശേരി എന്നുള്ള തൂലിയാനാമൊക്കെ കണ്ടുപിടിച്ചത് 6ാം ക്ലാസ്സിലാണ്. അന്നേ ഞാൻ കഥകൾ എഴുതിയിരുന്നു, ലേഖനങ്ങൾ എഴുതിയിരുന്നു, ഹൈസ്കൂളൊക്കെ പഠിക്കാൻ ചില പരിഭാഷയൊക്കെ ചെയ്തിരുന്നു. അപ്പം അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പ്രചാരമുള്ള ആഴ്ചപ്പതിപ്പാണ് ചന്ദ്രിക ആഴ്ചപ്പതിപ്പ്. അപ്പം അതിൻ്റെ ബാലപംക്തിയിലേക്കാണ് അയക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു കഥ അച്ചടിച്ചു വരുന്നതൊക്കെ ബാലപംക്തിയിലാണ്. അപ്പം അതൊക്കെ ഞാൻ പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് 70ലാണ് എൻ്റെ ഒരു ചെറുകഥ മുതിർന്നവരുടെ പങ്ക്തിയിൽ വരുന്നത്. അന്ന് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ കാനേഷ് പൂനൂരാണത് കൊടുത്തത്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ കഥകൾ എഴുതിയിരുന്നു. അത് അന്നത്തെ ആധുനികത അങ്ങനെ വളരെ കത്തി നിൽക്കുന്ന കാല. OV വിജയൻ്റെ, ആനന്ദിൻ്റെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ, മാധവിക്കുട്ടിയുടെ ഒക്കെ കഥകൾ വളരെ വലിയ ചർച്ചയാവുന്ന, കാക്കനാടൻ്റെയും ഒക്കെ കഥകൾ, നാരായണപിള്ളയുടെ കഥകളൊക്കെ ചർച്ചയാവുന്ന കാലത്ത് അതിൻ്റെ ഒരു ഓളത്തിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഞാൻ എഴുതിയ ആദ്യത്തെ കഥയുടെ പേര് മാ നിഷാദ എന്നാണ്. പിന്നെ വേറെയും കഥകൾ എഴുതി. ചില കഥകളൊക്കെ മലയാളനാടിൽ വന്നു, ചിലതൊക്കെ വേറെ ചില കഥാമാസികയിൽ വന്നു. അങ്ങനെ അപ്പോൾ ഈ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് പറഞ്ഞ ഒരു 60 കൊല്ലമായി ഞാൻ എഴുതുന്നത്. അത് അവസാന കാലത്ത് എഴുതിയ കഥയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. ആ കഥയുടെ ഒരു ശംഭുകന്ന. ചേകന്നൂർ മൗലവിയെ മുസ്ലിം മതമൗലികവാദികൾ ശ്വാസം മുട്ടിച്ചു കൊന്നു. അപ്പോൾ തപസ്സിന് അനുവാദമില്ലാത്ത ശൂദ്രകുലത്തിൽ പിറന്ന ശംഭുകൻ എന്ന മുനിയെ രാമായണത്തിൽ ശ്രീരാമൻ തലയാർത്ത് കൊന്നു. ഇത് രണ്ടും കൂടിയുള്ള ഒരു ബന്ധിപ്പിക്കുന്ന കഥയാണ്. ആ കഥയുടെ പേര് ശംഭുകൻ എന്നാണ്. അപ്പോൾ ഈ കഥ ആണ് എൻ്റെ 2ാം പതിപ്പ് വരാത്ത കഥാസമാഹാരം എന്നുള്ള പുസ്തകത്തിലെ ആദ്യത്തെ കഥ. അപ്പോൾ പുസ്തകം അടിക്കാൻ വന്നപ്പോൾ എനിക്ക് തോന്നി പഴയ കഥകളൊക്കെയാണ്. അപ്പോൾ അതിന് ഞാൻ കൗതുകമുള്ളൊരു പേരിട്ടതാണ് 2ാം പതിപ്പ് വരാത്ത കഥാസമാഹാരം. അപ്പം എൻ്റെ സുഹൃത്ത് ടിങ്കിൾ ബുക്സിൻ്റെ മുഹാദ് അത് അടിക്കാം എന്ന് പറഞ്ഞു. അയാൾക്ക് എൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണല്ലോ. അപ്പം നോക്കുമ്പോൾ കഥകൾ 60 എണ്ണുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ സഹപാഠി PK ദയാനന്ദനെ കാണിച്ചു. അദ്ദേഹം അതിൽ നിന്ന് 23 കഥകൾ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത 23 കഥകളാണ് 2ാം പതിപ്പ് വരാത്ത കഥാസമാഹാരം എന്നുള്ള എൻ്റെ കഥാസമാഹാരത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതൊക്കെ പഴയ കാലത്ത് എഴുതിയാണ് അധികം കഥകളും. അപ്പോൾ അതായത് ഇപ്പോൾ 70-80 കാലത്ത് എഴുതിയതാണ്. പിന്നെ 2023 ഈ ശംഭുകൻ എന്നുള്ള കഥ എഴുതിയത്. ഈ സമാഹാരത്തിൽ ഞാൻ ആദ്യം കൊടുത്ത കഥ അതാണ്. ഒരു ഭാഗമായിട്ട് കൊടുത്തു, അവസാനം എഴുതിയ കഥ എന്നിട്ട്. പിന്നെ ഞാൻ ചെറിയ കഥകൾ ഇന്ന് പൊടിക്കഥകൾ എന്നിട്ട് പിന്നെ ചെറുകഥകൾ ഉണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിലൊരു നീണ്ട കഥ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ BA കഴിഞ്ഞ ഉടനെയാണ്. അതിൻ്റെ പേര് ഗ്രഹണം എന്നാണ്. അത് 5 ലക്കത്തിലായിട്ട് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ വന്നു, നീണ്ട കഥ. അതാണ് ഈ കഥയിലെ, ഈ പുസ്തകത്തിലെ അവസാനത്തെ ഇനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ എഴുതുന്നത് ലേഖനങ്ങളും പഠനങ്ങളും വിവർത്തനങ്ങളും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് അധികമുള്ളത് ഭാവനയല്ല, യുക്തിയാണ് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് അന്നേ തന്നെ എൻ്റെ കഥകളെക്കാൾ നല്ല ലേഖനങ്ങളാണെന്ന് സുഹൃത്തുക്കളും പത്രാധിപന്മാരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കഥ എഴുതാനുള്ള എൻ്റെ ദാഹം പൂർണ്ണമായി ഒരിക്കലും അവസാനിച്ചിരുന്നില്ല. ഞാൻ തിരക്കഥ എഴുതിയിട്ടുണ്ട്, ഡോക്യുമെൻ്ററിക്ക്, സിനിമയ്ക്കൊക്കെ. അതിലൊരു സിനിമ തിയേറ്ററിൽ കളിച്ചിട്ടുണ്ട്. 1979 വന്ന 14-ാം രാവ്. 40 കൊല്ലം കഴിഞ്ഞിട്ട് അതൊരു പുസ്തകമായിട്ട് കോഴിക്കോട്ടെ ലിബി പബ്ലിക്കേഷൻസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരക്കഥയാണ്. എൻ്റെ കഥാസമാഹാരം, എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ 2ാമത്തെ കഥാസമാഹാരം ഉണ്ടാവുമോ, ഇതിന് 2ാം പതിപ്പ് ഉണ്ടാവുമോ ഒക്കെ സംശയമാണ്. അപ്പോൾ ഞാൻ ഏതായാലും അങ്ങനെ ഒരു പേരിട്ടു. ആ പേരിട്ടത് വായനക്കാരുടെ ഒരു ക്ഷമാപണം എന്നുള്ള നിലയ്ക്കാണ്. കാരണം സാധാരണഗതിയിൽ പരിഭാഷപ്പെടുത്തുകയും ലേഖനങ്ങൾ എഴുതുകയും ഗവേഷണ പഠനങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ കഥകൾ എഴുതുക എന്നുള്ളത് ഒരു കൗതുകമായിരിക്കാം. ആ കൗതുകത്തിലാണ് ഇത് നിൽക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.